അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ വർഷത്തെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന അഥവാ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നളഉ അദാത്തൽ ഇസ്തിഫ്ഹാമിൽ മുനാസിബത്തി ഫിൽ മക്കാനിൽ ഖാലി. അപ്പൊ താഴെ കൊടുത്ത 5ഓളം ചോദ്യങ്ങളുണ്ട്. അപ്പം അതിൽ ഇസ്തിഫ്ഹാമിന്റെ അദാത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം അവിടെ ഇടത്തെ ഭാഗത്ത് കുറച്ച് റൗണ്ടുകളിൽ വൃത്തങ്ങളിൽ ഇസ്തിഫ്ഹാമിന്റെ അക്ഷരങ്ങൾ അദാത്തുകൾ നൽകിയിട്ടുണ്ട്. അപ്പം യോജിച്ചതിനോട് നേരെ അത് എടുത്ത് എഴുതുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് റിജിലൻ ലിദ്ദീക്കി. അപ്പോൾ പൂവൻ കോഴിക്ക് കാലുകൾ. അപ്പൊ അവിടെ എന്താണ് വരേണ്ടത്? കം എന്നുള്ളതാണ്, എത്ര എന്നാണ് അല്ലെ. അപ്പൊ കം റിജിലൻ ലിദ്ദീക്കി, പൂവൻ കോഴിക്ക് എത്ര കാലുകളുണ്ട്. അപ്പൊ അവിടെ കം എന്നുള്ളതാണ് എഴുതാനുള്ളത്. അതെടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തേത് ഡാഷ് ഫിൽ ഇനാഇ. ഇനാഇ എന്ന് പറഞ്ഞാൽ പാത്രം, ഫിൽ ഇനാഇ എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ. അപ്പൊ അവിടെ കൊടുക്കാനുള്ളത് ഏതാണ്? അദാത്തുൽ ഇസ്തിഫാമിൽ പെട്ടത് മാദാ എന്നുള്ളതാണ്. മാദാ ഫിൽ ഇനാഇ, പാത്രത്തിൽ എന്താണ്. ഇനി മൂന്നാമത്തത് ഡാഷ് മദ്റസതുക, നിന്റെ മദ്രസ. അവിടെ കൊടുക്കാനുള്ളത് ഐന എന്നുള്ളതാണ്. ഐന മദ്റസതുക, നിന്റെ മദ്രസ എവിടെയാണ്. നാലാമത്തത് ഡാഷ് യസ്നഉ ഹാദൽ കഅകു. അപ്പൊ അവിടെ കൈഫ എന്നുള്ളതാണ് കൊടുക്കാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. കൈഫ യസ്നഉ ഹാദൽ കഅകു. കൈഫ യസ്നഉ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഹാദൽ കഅകു, കേക്ക്. അപ്പൊ കേക്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഉണ്ടാക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അഞ്ചാമത്തത് ഡാഷ് യഅ്തിൽ വാലിദു മിൻ ദുബൈ. അവിടെ കൊടുക്കാനുള്ളത് മത എന്നുള്ളതാണ് അവിടെ യോജിച്ചത്. അപ്പം അർത്ഥം മതാ യഅ്തി, എപ്പോഴാണ് വരിക. അൽ വാലിദു, നിന്റെ പിതാവ്. മിൻ ദുബൈ, ദുബൈയിൽ നിന്ന്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് നക്തുബുൽ അജ്വിബത ഫിൽ ലുഅത്തിൽ അറബിയ. അറബി ഭാഷയിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഐനൽ കഅബതു, എവിടെയാണ് കഅബ. ഉത്തരം അൽ കഅബതു ഫി മക്കത്തിൽ മുക്കറമ. കഅബ മുക്കറമായിട്ടുള്ള മക്കയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് കം റിജ്ലൻ ലിൽ ബഖറതി, പശുവിന് എത്ര കാലുകളുണ്ട്. അതിന്റെ ഉത്തരം നോക്കാം. ലിൽ ബഖറത്തി അർബഅതു അർജുലിൻ, പശുവിന് 4 കാലുകളുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം ഐന കിതാബുക, നിന്റെ പുസ്തകം എവിടെ. ഉത്തരം കിതാബി ഫിൽ ഹഖീബത്തി, എന്റെ കിതാബ് ഫിൽ ഹഖീബത്തി, എവിടെയാണ്. ബാഗിലാണ്. നാലാമത്തെ ചോദ്യം മസ്മുക, നിന്റെ പേരെന്താണ്. ഉത്തരം ഇസ്മി, എന്റെ പേര് ഫാദിൽ, ഫാദിൽ എന്നാണ്. അവസാനത്തെ ചോദ്യമാണ് കം കിതാബൻ ഇൻദക, നിന്റെ അടുത്ത് എത്ര കിതാബുകളുണ്ട്. ഉത്തരം ഇൻദീ ഖംസത്തു കുതുബിൻ, ഇൻദീ എന്റെ അടുക്കലുണ്ട് ഖംസത്തു കുതുബിൻ, 5 കിതാബുകൾ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നസിലു ബിൽ മുനാസിബി എന്നുള്ളതാണ്. താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം അവിടെ കൊടുക്കാനുള്ളത് ആ ഒരു ഇടത്തെ സൈഡിൽ ഒരു പൂവ് പോലെ, പൂവിന്റെ പൂവിലും അതിന്റെ ഇലകളിലും അവിടെ ആ കൊടുക്കാനുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതാണോ യോജിച്ചത് അതെടുത്ത് എഴുതാനാണ്. അപ്പൊ ഒന്നാമത്തത് കതബദ്ദാരിസു, വിദ്യാർത്ഥി എഴുതി. അൽ കലമി ഡാഷ് അൽ കലമി. അപ്പൊ അവിടെ കൊടുക്കാനുള്ളത് ഏതാണ്? ബി എന്നുള്ളതാണ്. അപ്പൊ കതബദ്ദാരിസു, വിദ്യാർത്ഥി എഴുതി. ബിൽ കലമി, എന്തുകൊണ്ട്? പേന കൊണ്ട്. രണ്ടാമത്തത് നബത്തൽ ഉഷ്ബു, പുല്ല് മുളച്ചു. നബത്ത എന്ന് പറഞ്ഞാൽ മുളച്ചു, അൽ ഉഷ്ബു പുല്ല്. ഫിൽ അർലി, അപ്പൊ അവിടെ ഫി എന്നുള്ളതാണ് കൊടുക്കാനുള്ളത്. ഫിൽ അർലി, ഭൂമിയിൽ. മൂന്നാമത്തത് സഅലൽ ഉസ്താദു, ഉസ്താദ് ചോദിച്ചു. ഫുആദൻ, ഫുആദിനോട്. ഡാഷ് ജദ്ദി, അപ്പൊ അവിടെ കൊടുക്കാനുള്ളത് അനി എന്നാണ്. അനിൽ ജദ്ദി. സഅലൽ ഉസ്താദു ഫുആദൻ, ഉസ്താദ് ഫുആദിനോട് ചോദിച്ചു അനിൽ ജദ്ദി, പിതാമഹനെ കുറിച്ച്. നാലാമത്തത് ഹറബത്ത് തിഫ്ലു ഡാഷ് അൽ കൽബി, അപ്പോൾ അവിടെ അനി എന്നുള്ളതാണ് കൊടുക്കാനുള്ളത്.
ഹറബ തിഫ്ലു കുട്ടി ഓടി രക്ഷപ്പെട്ടു, അനിൽ കൽബി നായയെ തൊട്ട്. അപ്പൊ നായയിൽ നിന്നും കുട്ടി ഓടി രക്ഷപ്പെട്ടു എന്ന് വരും. ഇനി നാലാമത്തെ പ്രവർത്തനം നുക്കമ്മിലു പൂർത്തിയാക്കാനുള്ളതാണ്. അപ്പൊ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. റബ്ബി ഹയ്യ് കുല്ല ഹീനിൻ ലീ നജാഹൻ വാ സഅദ. അപ്പൊ നജാഹൻ വാ സഅദ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം നോക്കാം. റബ്ബി ഹയ്യ് കുല്ല ഹീനിൻ എന്റെ രക്ഷിതാവേ എല്ലാ സമയത്തും നീ ഒരുക്കി തരണേ, ലീ എനിക്ക്, നജാഹൻ വാ സഅദ വിജയവും സൗഭാഗ്യവും. രണ്ടാമത്തത് അനീസത്തും വ ഷാക്കിറത്തുൻ അനീസയും ഷാക്കിറത്തുൻ ഡാഷ് ദാരിസുത്താനി. അപ്പൊ അവിടെ ഉഖ്താനി ഹുമ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അനീസയും ഷാക്കിറയും സഹോദരിമാരാണ്. ഹുമ അവർ രണ്ടുപേരും ദാരിസത്താനി വിദ്യാർത്ഥിനികളുമാണ്. മൂന്നാമത്തത് അൽ ഖുർആനു ഡാഷ് അലീമുൻ ഖുർആൻ കിതാബുൻ ഒരു ഗ്രന്ഥമാണ്, അലീമുൻ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. ഇനി നാലാമത്തത് നസല ഇബ്രാഹിമു ഇബ്രാഹിം ഇറങ്ങി ഡാഷ് അസയ്യാറത്തി കാറ് അല്ലെ. മിന എന്നുള്ളതാണ് അവിടെ നൽകാനുള്ളത്. മിന സയ്യാറത്തി കാറിൽ നിന്ന്. അഞ്ചാമത്തത് യസ്തഹിമു ജാബിറുൻ ജാബിർ കുളിച്ചു, വ ഡാഷ് ഇലൽ മദ്രസതി മദ്രസയിലേക്ക്. അവിടെ യദ്ഹബു എന്നുള്ളതാണ് കൊടുക്കാനുള്ളത്. യസ്തഹിമു ജാബിറുൻ ജാബിർ കുളിക്കുകയും, വ യദ്ഹബു പോവുകയും ചെയ്തു, ഇലൽ മദ്രസതി മദ്രസയിലേക്ക്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം അറബിയിലാക്കാനാണ്. 2ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം അറബി മലയാളം ഒന്ന് വായിച്ചു നോക്കാം. ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പം അത് അറബിയിലേക്കാക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വരും. രണ്ടാമത്തത് ഫുആദ് മദ്രസയിലേക്ക് പുറപ്പെട്ടു. അതിന്റെ അറബി ഖറജ ഫുആദുൻ ഇലൽ മദ്രസതി. ഇനി ആറാമത്തെ പ്രവർത്തനം നുതർജിമു തർജിമ ചെയ്യാനാണ്, അർത്ഥം എഴുതുക. ഒന്നാമത്തത് അത്തിഫ്ലു യനാമു ഫിൽ മഹദി അർത്ഥം കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു. രണ്ടാമത്തത് അതഅല്ലമു ഫിൽ കുല്ലിയത്തി അർത്ഥം ഞാൻ കോളേജിൽ പഠിക്കുന്നു. ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് നക്തുബുൽ മഅന. ഒന്നാമത്തെ ചോദ്യം അഹ്സൻത എന്നുള്ളതിന്റെ അർത്ഥം എഴുതാനാണ്. അർത്ഥം എന്താണ്? നീ നല്ലത് ചെയ്തു. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.